ഏലമലക്കാടുകളുമായി ബന്ധപ്പെട്ട ഭൂമി വിഷയത്തിൽ ഇന്ന് 11 കേന്ദ്രങ്ങളിൽ ഇടുക്കിയിൽ CPIM സായാഹ്ന ധർണ സംഘടിപ്പിക്കും. CHR വനഭൂമിയോ റവന്യൂ ഭൂമിയോ എന്ന തർക്കത്തിന് കാരണക്കാർ കോൺഗ്രസ് സർക്കാരുകളെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് അംഗീകരിച്ചു കൊടുത്തിരുന്ന 9910 ഹെക്ടർ പ്രദേശങ്ങൾ ചതുരശ്ര കിലോമീറ്റർ വനഭൂമിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മുടെ ഹരിത MLA റിപ്പോർട്ട് കൊടുത്തു. അത് മാറ്റി 21 വനാന്തരതി മാത്രം ഉൾപ്പെടുന്ന പങ്കിടുന്ന 17 വില്ലേജുകൾ, 17 എന്ന് പറയുമ്പോൾ 21 വില്ലേജാണ്. കാരണം വില്ലേജുകൾ ഉപയോഗിച്ചാൽ അങ്ങനെ 28 വില്ലേജുകൾ വനഭൂമി അതിർത്തി പങ്കിടുന്ന പ്രദേശം മാത്രമായി ESA പരിമിതപ്പെടുത്തി വളരെ കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുക, ജനപക്ഷ നിലപാടുകളെ അപകീർത്തിപ്പെടുത്താനുള്ള നിലപാടിനെതിരായിട്ടാണ് ശ്രമം. ജോസിൽ ചേരുന്നു. ജോസിൽ, ഏത് സാഹചര്യത്തിലാണ് CPIM ഈ ഒരു സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. ഷമ്മി, ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികമായി ഇടുക്കി ജില്ലയിൽ ഒരു കത്തുന്ന വിഷയമാണ് CHR മേഖലയിലെ പ്രശ്നം. അതായത് ഏതാണ്ട് 13ഓളം പഞ്ചായത്തുകളിൽ ഉടുമ്പൻചോല, ശാന്തമ്പാറ, ചിന്നക്കനാൽ, സേനാപതി, രാജക്കാട്, രാജകുമാരി, നെടുങ്കണ്ടം, പാമ്പാടുംപാറ, കരുണാപുരം, വണ്ടൻമേട്, ചക്കുവള്ളം, ഇരട്ടയാർ തുടങ്ങിയ പഞ്ചായത്തുകളെയെല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണ് CHR വിഷയം. ഈ ഏലമലക്കാടുകൾ അതായത് 2002 ആദ്യമായി സുപ്രീം കോടതിയിൽ വൺ എർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന ഈ ഏലമലക്കാടുകൾ വനഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അന്നത്തെ UDF സർക്കാരുകൾ, അതായത് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും നേതൃത്വത്തിലുള്ള അന്നത്തെ UDF സർക്കാരുകളോട് ഈ വിഷയത്തിൽ സത്യവാങ്മൂലം നൽകാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു തവണ പോലും സത്യവാങ്മൂലം നൽകാൻ തയ്യാറായില്ല. അന്നത്തെ വനം വകുപ്പ് മന്ത്രിമാർ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് K സുധാകരനും പിന്നീട് A സുജനപാലുമായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഇവർ ഈ വിഷയത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാനോ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ അന്നത്തെ UDF സർക്കാർ തയ്യാറായില്ല. എന്നാൽ 2007 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഈ CHR, ഈ ഏലമലക്കാടുകൾ റവന്യൂ ഭൂമിയാണ് എന്നുള്ള കൃത്യമായ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചത്. അതിനുശേഷം പിന്നീട് അധികാരത്തിൽ വന്ന UDF സർക്കാരുകളും ഈ കേസുകൾ മുമ്പോട്ട് പോകുമ്പോൾ കൃത്യമായ നിലപാടെടുക്കാനോ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനോ തയ്യാറായില്ല. എന്നാൽ വീണ്ടും LDF സർക്കാർ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 4 തവണയാണ് ഇത് വനഭൂമിയല്ല റവന്യൂ ഭൂമിയാണെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. 2018 സത്യവാങ്മൂലം നൽകി. അതിനുശേഷം 2023 അവസാനം ഇത് അമിക്കസ് ക്യൂറി, സുപ്രീം കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ഇത് വനഭൂമിയാണ് എന്ന റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമീപിച്ചതിന് ശേഷം ഇത് ഒരു വകുപ്പിൻ്റെയും സെക്രട്ടറിമാരെ, അതായത് റവന്യൂ വകുപ്പിൻ്റെയോ വനം വകുപ്പിൻ്റെയോ സെക്രട്ടറിമാർ റിപ്പോർട്ട് കൊടുക്കേണ്ട ചീഫ് സെക്രട്ടറി തന്നെ റിപ്പോർട്ട് കൊടുക്കാൻ, സത്യവാങ്മൂലം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം 2024 ഏതാനും നാളുകൾക്ക് വനഭൂമിയല്ല CPIM 11 കേന്ദ്രങ്ങളിൽ ധർണ നടത്തും. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.